വടക്കൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ സിനിമ അഭിനയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം. അതിലെ ആ ക്ലൈമാക്സ് സീൻ സായികുമാർ ചേട്ടന്റെ കഴുത്ത് പിടിച്ച് മരിച്ച് കൊല്ലുന്ന സീനുണ്ട്. ആ സീനാണ് ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് കൊണ്ടാണ് ഒരു വടക്കൻ ഫാമിലി വരാൻ പോകുന്നത്. ആരൊക്കെയാ വരുന്നത്? എല്ലാവരും വരുന്നുണ്ടോ? എല്ലാവരും ഇല്ല, ഞാനും കൃഷ്ണകുമാറും. യെസ്, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാ നടമാടും. തോമാച്ചാറ് വന്നോ? വാസന്തി കിടക്കണ കണ്ണുണ്ടോ? എന്തുണ്ടേലും ചങ്കിലും ഒളിപ്പിച്ചു വെക്കും, ആരോടും പറയില്ലേ. എന്റെ വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്കീറാണ്ട് രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല. എന്താ കാണിക്കണെന്നോ? എന്റെ വാസന്തിയെ കൊന്നിട്ട് ചങ്കിനകത്ത് ഈശ്വരനെ പോലെ കൊണ്ടുവരുന്ന എന്നിട്ട് എന്റെ ലക്ഷ്മിനും വാസന്തിനും നശിപ്പിച്ചല്ലോ. ലക്ഷ്മി എന്റെ ലക്ഷ്മി മിണ്ടാപ്പാനായതുകൊണ്ട് ആരൊന്നും അറിയാ. എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ എന്റെ വാസന്തിയുടെ ശവം നിങ്ങൾ കേറി വന്നിരിക്കുക. നിന്റെ പ്രാവിനെടുക്കാതെ ചത്തോ? അയാള് ചത്തോ? ലക്ഷ്മിയെ, എനിക്ക് കണ്ണു വേണ്ട. ഞാൻ കണ്ണു പോയിച്ചത് കിട്ടിയ ശിക്ഷയത് വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. നശിച്ച് ഈ ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, കൃഷ്ണന്റെ കൂടെ വേണം. എന്റെ വാസന്തിയുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തണം. വാസന്തിയെ കൊച്ചാശം പോവണ്ട. ടീം ഒരു വടക്കൻ ഫാമിലി, നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ്, അതായത് ചേട്ടൻ മണിച്ചേട്ടൻ മറ്റേ കരുമാടിക്കുട്ടനിലെ ക്യാരക്ടറായിട്ട് വന്നപ്പോൾ കറക്റ്റ് മണിച്ചേട്ടൻ്റെ എല്ലാ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ വാസന്തി ലക്ഷ്മിയിലെയും ഈ കുട്ടേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് താങ്കളുടെ ഏറ്റവും ഒരു സ്ട്രോങ് സൈഡ് അല്ലേ പെർഫോമൻസിൽ. നമുക്കൊരിക്കലും അതിങ്ങനെ അതിലൊരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വളരെ ഗംഭീരമായിട്ട് ആ ഒരു ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. മിയ സാഡാക്കി കളഞ്ഞു. അയ്യോ, അത് എസ്പെഷ്യലി നമുക്ക് ആ സിനിമ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ്. വളരെ സങ്കടം തോന്നുന്ന, സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അത്. ഈ സീൻ
അങ്ങേയറ്റം നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു സീനും കൂടെ ആണല്ലോ. അയ്യോ, അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ ആ ഒരു മണിച്ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ നല്ല കലക്കനായിട്ട് ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. അതിന് സപ്പോർട്ടായിട്ട് ആളും കൂടെ വന്നു. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തും കൂടെ നിന്നപ്പോഴത്തേക്കും ആ ഒരു ആക്ട്, ആ ഒരു സീൻ അങ്ങ് ഗംഭീരമായിട്ട് ഇവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മണിച്ചേട്ടനെ ഈ അടുത്തൊന്നും ഞാൻ ഇത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. വളരെ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും മണിച്ചേട്ടൻ 8 വർഷമായി നമ്മളെ പിരിഞ്ഞു പോയിട്ട്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു. എന്തായാലും മണിച്ചേട്ടൻ്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ഇതൊക്കെ സമർപ്പിക്കുകയാണ്. അതെ, നമ്മളെല്ലാവരും അതിന് സമർപ്പണം ഇവിടെ വരുന്ന കാണുന്നുണ്ടാവാം. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു തോമസ് സാറിന് ഇതിന്റെ കൂടെ? സത്യം പറഞ്ഞാല് നല്ല പിടുത്താവും. അതിങ്ങനെ അങ്ങ് മണിച്ചേട്ടന് ആവേശം കേറല്ലേ കൊച്ചേട്ടൻ. ഞാൻ വിചാരിച്ചു വീണപ്പോ തലയെങ്ങാനും ഇടിച്ചിട്ടുണ്ടാവുമോ, കാരണം വളരെ വിശ്വസനീയമായ ഒരു വീഴ്ചയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ തല ഇടിച്ചിട്ടുണ്ടാവോന്നാണ് ഞാൻ വിചാരിച്ചത്. ഓൾറെഡി പിടിയെ പുറകോട്ട് തിരിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞോ? കുറച്ച് മൈന്യൂട്ടായിട്ടൊരു സമയം ഞാൻ വൈകിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോ. അതിന് വഴക്ക് എന്റെ കഴുത്ത് പിടിച്ചിട്ട് എന്നോട് ചോദിച്ചത് നീ എന്താടാ വൈകിയത്. അതിന്റെ എഫക്റ്റും കൂടി ആ പിടുത്തത്തിൽ പിടിച്ചു. കൊള്ളാം. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പം മൊത്തത്തിൽ മണിച്ചേട്ടനുള്ള ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു മണിമയം പോലെ നമ്മുടെ ഈ ഒരു വേദി ഇങ്ങനെ നിൽക്കുമ്പോൾ മണിച്ചേട്ടന്റെ ഒരു പാട്ട്, അത് മണിദാസ് ചേട്ടൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പാടിയിട്ട് നമുക്ക് പിരിയാം. ആരാരുമാവാത്ത കാലത്ത് ഞാനിന്നങ്ങോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനിന്നങ്ങോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തി ഓരോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തി ഓരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനിന്നങ്ങോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. എല്ലുമുറിയ പണിയെടുത്തെൻ്റെപ്പൻ കട്ടം കുടിച്ച കാലം, പള്ള നിറക്കാൻ വഴിയില്ലാതങ്ങ് നടന്നൊരു കുട്ടിക്കാലം. എല്ലുമുറിയ പണിയെടുത്തെൻ്റെപ്പൻ കട്ടം കുടിച്ച കാലം, പള്ള നിറക്കാൻ വഴിയില്ലാതങ്ങ് നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുന്നുണ്ടു ഞാൻ. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുന്നുണ്ടു ഞാൻ. ആരാരുമാവാത്ത കാലത്ത് ഞാനിന്നങ്ങോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തി ഓരോട്ടോ വണ്ടി. എന്റെ നിറമ്പോൾ കറുത്തൊരു പാൻറ്റും മുഷിഞ്ഞ ജുബയലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ എന്നും കരഞ്ഞിടുന്നു. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ചാലക്കുടിക്കാരൻ ചാലക്കുടി നടുവിട്ടെങ്ങും പോവുകില്ല. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ചാലക്കുടിക്കാരൻ ചാലക്കുടി നടുവിട്ടെങ്ങും പോവുകില്ല. ആരാരും ഓർക്കാത്ത കാലത്ത് കൊറോണ നമ്മുടെ നാട്ടിലെത്തി. നമ്മുടെ നാടിനെ കട്ടത്തിലാക്കുവാൻ ചൈനന്ന് വന്നു വീരൻ. 100ന്റെ നോട്ടുകൾ കാണാത്തതിപ്പോൾ ദിവസങ്ങളേറെയായി. ആകെ ടെൻഷൻ അടിച്ചു കിടപ്പിലായല്ലോ ഭൂലോകം മുഴുവനായും. ആരാരും ഓർക്കാത്ത കാലത്ത് കൊറോണ നമ്മുടെ നാട്ടിലെത്തി. നമ്മുടെ നാടിനെ കഷ്ടത്തിലാക്കുവാൻ ചൈനന്ന് വന്നു വീരൻ.